कितनी परेशानी उठानी पड़ रही है। एक तो ट्रेन लेट हो गई और ऊपर से खाना भी नहीं मिला। मेरा तो दिमाग ही नहीं चल रहा है, कितनी मुश्किल पड़ रही है। अंदर कोई नहीं है। आदमी है, सोता है। ഗുഡ് മോർണിംഗ് സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഗുഡ് നൈറ്റ് സർ, സോറി ഗുഡ് മോർണിംഗ് സർ. ഓക്കെ ഓക്കെ, ഞാൻ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഈ വണ്ടി പോവോ? സ്റ്റാർട്ട് ചെയ്താൽ ഏത് വണ്ടിയും പോകും സർ. स्टार्ट ही ओके सर. ममता अंदर बैठो. बच्चे मम्मी के साथ बैठो. चलो चलो जल्दी करो. ड्राइवर പെട്ടിയൊക്കെ എടുത്ത് ഡിക്കി വെക്ക. ചെവി പൊട്ടാന്ന് പറഞ്ഞത് കേട്ടില്ലേ? സാറിന്റെ കൈക്കും കാലിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. എങ്കിൽ പിന്നെ സാറിന് തന്നെ എല്ലാം പെറുക്കി എടുത്താ ചൂടെ. പെട്ടി എടുക്കുന്ന കാശും കൂടെ ചേർത്ത് വാങ്ങിക്കുന്നുണ്ടല്ലോ. ആ ബെസ്റ്റ് ബെസ്റ്റ്. വണ്ടി ഓടിയ കാശ് തന്നെ കരഞ്ഞു വിളിച്ചാ വാങ്ങിക്കുന്നു. ബാഹറാവ്. हे भगवान, ये क्या मुसीबत पड़ रही है। कभी चढ़ने को बोलते हैं तो कभी उतरने को बोलते हैं. ഇതായി നാടിന്റെ കുഴപ്പം. ഒരുത്തനും അനുസരണയില്ല. അതെ സാർ, അടിമപ്പണി മലയാളികൾ ചെയ്യില്ല, പ്രത്യേകിച്ച് കേരളത്തിനകത്ത് അല്ലേ? अरे अरे, इधर जो सामान रखा था वो किधर है? പെട്ടി എന്തി? ഓ, ഈ നാട് ഇത്രക്ക് ചീത്തയായോ? हे भगवान, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പെട്ടി മോട്ടിച്ചോണ്ട് പോയി. പെട്ടികളെല്ലാം സുരക്ഷിതമായിട്ട് എന്റെ കാറിന്റെ ഡിക്കിയിലുണ്ട് സാർ. കക്കാനാണെങ്കിൽ ഇപ്പോഴും 72 മോഡലും കൊണ്ട് നടക്കണം സാർ. കറുപ്പ് മഞ്ഞ അടിച്ച ടാക്സി ലോകത്തൊന്നേ കാണും. അത് ഈ വാസൂട്ടിക്കർ അന്തസാ. സാർ ഒരു പൊങ്ങച്ചക്കാരനല്ലെങ്കിൽ ഇതിലേക്ക് സ്വാഗതം. ഇവനൊക്കെ ഓടുന്ന പോലെ ഇത് ഓടും സാറേ. ഇനി ഹിന്ദി പറയണ അതും പറയാം. മേം സാബ് അന്തർ ബൈഠോ. ആയിയേ ചലോ. ഞാൻ പോയിട്ട് വരാം സണ്ണി. मुन्नी जल्दी चढ़ो. ഓട്ടം വിട്ടുകൊടുത്തതാണോ അതോ സവാരി വിളിച്ച പാർട്ടിയെ പിടിച്ചില്ലേ? എന്താടാ ചിരിക്കുന്നത്? ഇതെന്താടാ പെട്ടെന്ന് നിനക്കൊരു ജാട കയറിയത്? അതെന്താണെന്നറിയോ സണ്ണിച്ച, നമ്മൾ ഇവരുടെ പെട്ടിയും കിടക്കൊക്കെ എടുക്കാൻ വിധിക്കപ്പെട്ടവര് തന്നെയാ. പക്ഷെ അയാളുടെ ആജ്ഞയും കൽപ്പനയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ, അതാണ് തന്തയും മക്കളും തമ്മിലുള്ള വ്യത്യാസം. തന്തയ്ക്ക് കുടുംബത്തോട് ഉത്തരവാദിത്തം കാണും, മക്കൾക്കതില്ല. അത്രേ ഉള്ളൂ. ഞാൻ ആ ഓട്ടം പോവാതിരുന്നതാണല്ലോ നമ്മുടെ ചർച്ചയ്ക്ക് കാരണം. അച്ഛനത് ഏറ്റെടുത്തപ്പോ തന്നെ 2 ഓട്ടം കിട്ടിയില്ലേ? അത് ശരിയാ. വാസുട്ടിയണ്ണൻ ഇപ്പൊ വരും, വണ്ടി നിന്നൊന്നും പറഞ്ഞു. ബാക്കി ഇവൻ ഓടാല്ലോ. ആ പറഞ്ഞത് വാസൂട്ടിയണ്ണ ഓട്ടം തുടങ്ങിയല്ലോ. വാസൂട്ടിയണ്ണ ഒന്നും പറയണ്ട, ഞാൻ പറയാം. വണ്ടി നിന്നു. രാജാ പോയി വണ്ടി എടുത്തേ. വാസൂട്ടിയണ്ണ വണ്ടി കയറിക്കേ. പോയേ. അച്ഛാ അയാളെ കൊണ്ടുപോയി, എനിക്ക് വയ്യ. മഴയാണ്. हाँ, गाड़ी आ गई. ഓ, ഇത് അവന്റെ വണ്ടിയാ. आप लोग ये गाड़ी में ഹിന്ദി പറഞ്ഞാലും മലയാളം പറഞ്ഞാലും ഞങ്ങൾ ഈ വണ്ടിയെ കയറില്ല. ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചോളാം. ഒരു റിട്ടയർഡ് പട്ടാള മേധാവിയോടായി ഈ ചെക്കൻ അഹങ്കാരം കാണിച്ചു. അതൊക്കെ അറിയാതെ സംഭവിച്ചു പോയതാണ് പട്ടാളം. ഇവൻ എന്റെ മകനാ. അതിശയം. ഇവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. സാറും കുടുംബവും വണ്ടിയിലോട്ട് കയറിയാട്ടെ. ഇതുപോലെ 4 തന്നെ കൂടെ കിട്ടുവോ? അതെന്തിനാ സാറേ? നേരത്തെ നിർത്തി വെടിവെക്കാൻ. അത് പണ്ട്. ആ ഉണ്ട്, ഇനി പൊട്ടില്ല സാറേ. സാറ് വണ്ടിയിലോട്ട് കയറിയാട്ടെ. അച്ഛാ അച്ഛന് വേറെ പണിയില്ലേ, ഞാൻ പോവോ? കണ്ടോ അവന്റെ അഹങ്കാരം? കണ്ടോ? ഓക്കെ, അഹങ്കാരം ഇവനാണല്ലോ. വണ്ടിക്കല്ലോ. വണ്ടി താൻ ഓടിക്കോ? അപ്പൊ നിന്നാ പോരാ, കുഴിയുണ്ടോ? ആ ലോഗ് ഗാഡി മേ ബൈഠോ. ഓ, ഇപ്പൊ ഹിന്ദി നന്നായിട്ട് വരുന്നു. മോനെ ഒന്നിറങ്ങി. ഞാൻ ചില സമയം നിന്റെ അനിയനാകും, ചേട്ടനാകും, കൂട്ടുകാരനാകും. വളരെ കുറച്ച് സമയം അച്ഛനാകും. ഇപ്പൊ അച്ഛനാ, മുൻകോപിയായ അച്ഛൻ. താക്കോൽ ഇവിടുന്ന്. अब मैं इस गाड़ी से उतरने वाली नहीं हूँ. जल्दी चढ़ो. ആ പെട്ടിയിലെടുത്ത് ഡിക്കി വെക്കടാ. നിന്റെ ഏട്ടനാ കിടക്കുന്ന അച്ഛന്റെ മൂത്ത സന്തതി മിണ്ടാപ്രാണിയാ, സൂക്ഷിച്ചോണേ. ഒന്നാഞ്ഞു തള്ളു. ഇതാക്രി വിലക്ക് വിറ്റുവിടടേ. താങ്ക് യു ചേട്ടാ. ടൗണിൽ ഏത് വഴി പോയാലും ഈ വണ്ടി കണ്ട ഒന്ന് തള്ളേണ്ടി വരും. ഇന്നൊരു വ്യത്യാസമുണ്ട്, അച്ഛന് പകരം മകൻ. ഇത് കൊണ്ട് കളയാൻ പറഞ്ഞ അച്ഛൻ കേൾക്കില്ല. നാട്ടുകാർ എന്നോട് നിന്നെ കൊണ്ട് കളയാൻ പറഞ്ഞാൽ ഞാൻ കേക്കോടാ എന്നാ അച്ഛൻ ചോദിക്കുന്നു. ശരി ശരി, ഞങ്ങൾ പോയി ഈ 2 ബുൾസൈ അടിക്കട്ടെ. ഓ ശരി ചേട്ടാ. വണ്ടി വിട്ടോ. ഈ വണ്ടി ഇപ്പൊ എങ്ങോട്ടും പോവില്ല, ഞാൻ വീട്ടിൽ പോവാ. എനിക്കും വീട്ടിൽ പോവാനാ, അതാ പറഞ്ഞത് വണ്ടി വിടാൻ. ഇത് എന്റെ വീട്ടിലോട്ടാ പോകുന്നത്, വേറെ വണ്ടി വിളിച്ച് പോയാ എന്താ? ഗൗളി ചൂടാവാതെ.
പാറു, നീ ഇതെവിടുന്ന് പൊട്ടി വീണു? ഞാൻ ഇങ്ങനെ ഏറ്റവും പതുക്കെ പോകുന്നൊരു വണ്ടി തപ്പി നടക്കായിരുന്നു. പഴയൊരു വണ്ടി കണ്ടപ്പോ ഇതാണ് ഐഡിയൽ എന്ന് തോന്നി. അങ്ങനെ ചാടി കയറിയതാ. കഷ്ടകാലത്തിന് നീ. നിനക്ക് എവിടെ വീട്ടിൽ പോണോ? പക്ഷെ ഇത് എത്ര ദൂരം മര്യാദക്കാരനായിട്ട് പോകുന്നു പറയാൻ എനിക്ക് പറ്റില്ല. അത് സാരില്ല, ഇനി 2 മണിക്കൂറുണ്ട്. കറങ്ങി തിരിഞ്ഞ് എന്നെ 7 മണിക്ക് വീട്ടിൽ എത്തിച്ചാ മതി. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചലിക്കാം. നീ ഇറങ്ങി മുമ്പിലോട്ടിരി, നിന്നെ ശരിക്കും ഞാനൊന്ന് കാണട്ടെ. നമ്മൾ കണ്ടിട്ട് ഇപ്പൊ 1 വർഷമായി കാണും അല്ലേ? ആ ശരിയാ. വെറുതെ തമാശക്ക് ഞാനൊരു കഥ പറയാം. എന്താ ഇത്? പണ്ട് പ്രേം നസീറിന്റെ ഒക്കെ സിനിമയിൽ കാണുന്ന പോലെ പഴയ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നു, ഒരുമിച്ച് ഒരു കാറിൽ യാത്രയാവുന്നു. ഒരു കൊടുങ്കാറ്റിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആവുന്നു, ഒപ്പം ഇടിവെട്ടിയുള്ള മഴയും. പെട്ടെന്ന് റാന്തലുമായി ഒരു വാച്ച്മാൻ വരുന്നു. അയാളോട് താമസിക്കാൻ സ്ഥലം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് അയാൾ പറയുന്നു. ഇതെന്താണ്, ബോംബ് പൊട്ടിയോ? ബോംബല്ല മോളെ, ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുമ്പുള്ള സിഗ്നലാ. കഥയുടെ തുടക്കത്തിൽ പറഞ്ഞത് സംഭവിച്ചു. ഇനി എന്ത് ചെയ്യും? ഇനി ഇവനെ എങ്ങോട്ടെങ്കിലും തള്ളി മാറ്റിയിടാം. ഇനി നേരെ ഇരട്ടി മഴയും പെയ്ത് ആ വാച്ച്മാൻ കൂടെ വന്ന ആ സിനിമ കഥ പോലെയാവും. പഠിക്കുന്ന കാലത്ത് നീ വലിയ അലമ്പല്ലായിരുന്നു. മനുഷ്യന് മാറ്റം എപ്പോ വേണമെങ്കിലും വരാലോ. ഈ ബ്രേക്ക് ഡൗൺ സ്വന്തം ക്രിയേഷൻ ഒന്നും അല്ലല്ലോ അല്ലേ? അതെന്തിന്? അല്ല, കഥയിൽ പറഞ്ഞ പോലെ ഇതാ ഒരു ഗസ്റ്റ് ഹൗസ്, അവിടെ ഒരു സിംഗിൾ റൂം, പിന്നെ നിന്റെ ഒരു ഇമ്മോറൽ അപ്രോച്ച്. മതി മതി, ഇത് പെമ്പിള്ളേരുടെ ഒരു ചീപ്നെസ്സാ. കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട. ഞാൻ അച്ഛനെ വിളിക്കാം. പെട്ടെന്ന് എത്താൻ പറയാം. എന്താ മോനെ, നിന്റെ ഏട്ടനെ കൊണ്ട് നീ വീട്ടിലെത്തിയോ? അല്ല, ഒരു കാട്ടിലാ എത്തിയത്. അച്ഛനത് എവിടെയാ? പെട്ടെന്ന് വാ. ഞാനൊരു സവാരി വിളിച്ചോണ്ട് പോന്നതാ. വഴിക്ക് വെച്ച് അച്ഛന്റെ മൂത്ത മോനൊരു ബോധക്ഷയം. അല്ല, ചത്തെന്നാ തോന്നുന്നു. എന്നാ പിന്നെ ഒരു രാത്രി നീ എവിടെ കഴിച്ചു കൂട്ട്. അച്ഛനാ ഒരു കോഴിക്കോട് കിട്ടി. ഹലോ, ഒന്ന് പതുക്കെ പറ. മറ്റന്നാളെ വരൂ. നല്ല മോനല്ലേ, അച്ഛനോട് സഹകരിക്ക്. അയ്യോ അച്ഛാ, എന്റെ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയാ. അപ്പൊ മോനെ, നിന്റെ മാനം പോകാതെ സൂക്ഷിച്ചോണം. ദൂരോട്ട് മാറി നിന്നാ മതി, അല്ല നിന്നെ കയറി പിടിക്കും. അച്ഛനത് എന്തായി പറയുന്നത്? കോഴിക്കോട് കളഞ്ഞിട്ട് പെട്ടെന്ന് വാ. അത് പറ്റാത്ത കാര്യമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ, സഹകരിക്കുന്ന കൊച്ചാണെങ്കിൽ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക. പിന്നെ ഒരു രാത്രി സുഭിക്ഷമായിട്ട് കഴിയാവുള്ളൂ ഞാൻ കാരണത്ത് കരുതിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ മോനെ, എൻജോയ്. രണ്ടുപേർക്കും കൂടി പൊതച്ച് കിടക്കാനെന്നായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അയ്യേ, അച്ഛൻ്റെ ഒരു കാര്യം. ഇനിയെന്താ? ഇതായിരിക്കില്ല. എങ്കിൽ ഞാൻ അച്ഛനെ വെറുക്കും. അതൊരു കോൾ തന്നെയായിരുന്നോ, അതോ ഒരു ക്രിയേഷൻ ആണോ? കൂടെ സുന്ദരിയ ഒരു പെണ്ണുള്ളപ്പോ? അയ്യടി മനമേ, എന്റെ ഇനോവ കാറിൽ കയറുന്ന പെമ്പിള്ളേരെ വെച്ച് നോക്കുമ്പോഴേ നീ വെറും കൊരങ്ങ. ഒരു കല്യാണ ഓട്ടൊക്കെ പോയാലേ നല്ല കിളി പോലത്തെ പെമ്പിള്ളേര് ഇരിക്കുന്നേ മടിയില, അതും മണിക്കൂറുകളോളം. ടാക്സി ഡ്രൈവർമാരുടെ യോഗം ഒന്ന് വേറെ അടി. ശരി, വീണ്ടും ഒരു തറച്ചിന്ന നിന്റെ മനസ്സിൽ വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ പാക്ക് ചെയ്തേക്കാം. ഹലോ, ഓട്ടോ സ്റ്റാൻഡ് അല്ലേ? വാ, മേഡം ഇറങ്ങിയാലും. എന്നെ പെണ്ണ് കാണാൻ വന്നവരാ, ഒരു അമേരിക്കൻ ടീം. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ലേറ്റ് ആയിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞത്. അവരൊക്കെ പോകുന്നതേ ഉള്ളൂ. നീയും കൂടെ ഒന്ന് വരണേ. അച്ഛനോട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയ കാര്യം ഒന്ന് പറയണം, ഇല്ലെങ്കിൽ അച്ഛനെ കൊല്ലും. ഹലോ, നീ ഒന്ന് കൂടെ വരുമോ? അത് വേണ്ട. ഒരു പെണ്ണിനെ കൊണ്ടുപോയി പഴപ്പിക്കാൻ നോക്കി ഈ വൃത്തികെട്ടവൻ വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഓ സോറി സോറി സോറി. പോരെ, കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? സൂക്ഷിക്കണേ മോനെ, അവള് കയറി പിടിക്കുന്നു. അത്രയ്ക്ക് നല്ല മോനായത്, അറിയോ? ആ അച്ഛനൊന്ന് കാണാൻ പറ്റുമോ? എന്തിനാ? സ്നേഹത്തോട് 2 തെറി പറയാനാ. പെൺകുട്ടികളെ കുറിച്ച് ആൾ ഇങ്ങനെയാണോ തിരിച്ചു വെച്ചിരിക്കുന്നത്? സാജ, ഒന്ന് വാടാ, അച്ഛനോട് സംസാരിക്കടാ. ഗൗളി, ഗൗളി എണിച്ചു വാടാ. എന്താടി നീ ലേറ്റ് ആയെന്ന് ചോദിക്കാനല്ല പോകുന്നത്, ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയാനാ പോകുന്നത്. അച്ഛാ, എന്നെ തല്ലിക്കോ, ഞാൻ കൊണ്ടോളാം. ഇപ്പോഴല്ല, പിന്നീട്.
ഇതെന്റെ കൂടെ പഠിച്ചതാ സാജൻ. ഇവന്റെ മുന്നേ വെച്ച് ചീത്ത വിളിക്കാതിരുന്നാ മതി. ക്ലാസ്മേറ്റ് ആണെന്ന് അറിയാതെയാണ് പാർവതി എന്റെ വണ്ടി വിളിച്ചത്. അതുകൊണ്ടാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്. അല്ല അതിപ്പോ അല്ലെങ്കിലാവും. പിന്നീട് കുറെ ചിന്തിച്ചാണ് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചത്. അയാൾക്കാണെങ്കിൽ ഭൂലോക ജാട. സഹിച്ച് ഞങ്ങൾ ഇതുവരെ എത്തി. പിന്നെ കല്യാണത്തിന് മുമ്പേ അല്ല പെണ്ണ് കാണാൻ വന്നവർ പോയിട്ടേ എത്താവൂ എന്ന് പാർവതി പെണ്ണ് കാണാൻ വന്നവർ പോകുന്നതിന് മുൻപേ എത്തണമെന്ന് പാർവതി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. പാറുമോള് പറഞ്ഞാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ മോനിനി പൊയ്ക്കോ. വലിയ ഉപകാരം. താങ്ക് യു. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിക്ക് നിന്നെ അകത്തോട്ട് വിടണോ വേണ്ടോന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണോ? അതെ. എങ്കിലൊരു ചെറിയ മാറ്റം വരുത്താനുണ്ട്. ഇപ്പൊ ടൈം 8:30. എന്റെ ഡിന്നർ ടൈമാണ്. നമുക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. വന്നോളൂ. വരൂന്നേ. ചെല്ലൂന്നേ. ഒറ്റ വിത്തായി പോയില്ലേ? ഞാൻ പറയുന്നത് രണ്ടുപേർക്കും കേൾക്കാൻ പറ്റും. വർത്താനം കുറച്ച് മതി. ആദ്യം ടെൻഷൻ അടിച്ചു. ഈ ഡിക്കിൽ വെച്ചാലോ? അപ്പുറത്ത് എങ്ങനെ കൊണ്ട് വെക്കുന്നു? ഇവിടെ ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. ഈ ഡിക്കി തന്നെ വെച്ചാൽ മതി. അവൻ പറഞ്ഞാൽ ശരി. ഇതിനകത്ത് തന്നെ വെക്കാന്നേ. അടയാളം വല്ലതും വെക്കണോ? നീ ഇവിടെ കുത്തിയിരുന്നോ? ഭഗവതി വണ്ടിയുടെ ഫോട്ടോ എടുത്തു. വിട്ടോ. ചട്ടങ്ങളെ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാർ പിന്നെ എന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ. അങ്ങോട്ട് പോയി നോക്ക്. അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തിലെ പിള്ളേരെ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കണം. ഇയാൾക്ക് പറഞ്ഞാൽ കുട്ടിച്ചില്ലും തകരപ്പാട്ടയാ. പോയി നോക്ക്. അവിടെ നോക്ക്. ദൈവമേ, ഇവിടെ ആരും കാണല്ലേ. എനിക്ക് വയ്യ പേടിക്കാൻ. മൂത്രമൊഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടെടാ? ശങ്കരമംഗലത്ത്. അവിടെ ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രമൊഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ? ജോസപ്പേ, തോക്കിനുള്ളിൽ കയറി വെടി വെക്കില്ല. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ, ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കയറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോന്ന് പറയണെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിന്? വീട്ടിൽ ചെന്ന എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. അയ്യടാ, ഓസിന് പോലീസ് ജീപ്പ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളൊന്നും തലയിൽ വെക്കണ്ട. നമുക്ക് പോവാം. നാളെ നേരം വിളിക്കുമ്പോൾ നീയും കാണരുത്, നിന്റെ കാറും കാണരുത്, നീ ഒഴിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തേ? ശരി സാർ. പോലീസുകാരൻ മൂളിയാ കൂടെ SI മൂളണം. ആ പെട്ടിയിൽ എന്ത് കുന്തായാലും അതൊരു കുരിശാ. അത് പോലീസുകാർ എടുത്തോണ്ട് പോകുന്ന നല്ലത്, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങും. സാർ, എന്താടാ? എല്ലായിടത്തും പരിശോധിച്ച സ്ഥിതിക്ക് ഈ കാറിന്റെ ഡിക്കി കൂടെ ഒന്ന് പരിശോധിച്ചൂടെ? ആ പറഞ്ഞത് ന്യായം. ഒന്ന് നോക്കിയാലോ? അയ്യോ വേണ്ടേ. എന്നിട്ട് വേണം അതിനകത്ത് ഒന്നും ഇല്ലാന്ന് അറിയുമ്പോ എല്ലാവർക്കും കൂടെ ഒന്നങ്ങ് ചിരിക്കാൻ. എനിക്കിനി ചമ്മാൻ വയ്യേ. ചമ്മ ഞങ്ങൾക്കും വയ്യേ. ഇതിനകത്തൊന്നും ഒരു തേങ്ങ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നീ അത് എടുത്തോ.
പയ്യൻ രക്ഷപ്പെടട്ടോ. മണ്ടച്ചാരേ മുട്ടത്തലയിൽ വണ്ടിയെടുത്തോ. മണ്ടച്ചാരേ മുട്ടത്തലയിൽ കണ്ടോ. അപ്പൊ റിഹേഴ്സൽ തുടങ്ങാം. ചന്തു, പുതിയ 2 ഡയലോഗ് ഉണ്ട്, നോട്ട് ചെയ്തോ. ഓക്കെ, ആ പറഞ്ഞ മാഷ. നിധി നിധി നിധി, നിധി എന്ന് വിധി, വിധി എന്ന് നിധി, ആ വിധി ഈ വിധി ദുർവിധി. ഇതെന്താ മാഷ്, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള നിർബന്ധമൊന്നും വേണ്ട. ഈ മനസ്സിലാക്കാൻ കഴിയാത്തതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മൾ പോലും ചിന്തിച്ചുണ്ടാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചുണ്ടാക്കി നമ്മളെ പുകഴ്ത്തും. ഈ മാഷ് ഒരു സംഭവം തന്നെ. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. ദൈവം തന്ന നിധി, പ്രപഞ്ചം തന്ന നിധി, സ്വപ്നം തന്ന നിധി. ആ നിധി അതെവിടെ? കൊണ്ടുവരൂ. കൊണ്ടുവന്നു കൊണ്ടുവന്നു കൊണ്ടുവന്നു. ഇത് തുറക്കാൻ വീണ്ടും ഒച്ച വെച്ച് ബുദ്ധിമുട്ടണോ? വേണ്ട വേണ്ട വേണ്ട. സാജനോ, എന്തു പറ്റിയടാ? നിങ്ങൾ പേടിക്കണ്ട, ഇതെന്റെ ഫ്രണ്ടാ സാജൻ. ഹലോ. ഇവൻ ആളൊരു ഗൗളിയാ, ഏത് മുടുക്കിലും കേറിയിരിക്കും. എന്നാലും ഇതിനകത്ത് ഇവൻ എങ്ങനെ കയറിയെന്ന് ഇവന്റെ അടുത്ത് നിന്ന് രഹസ്യമായിട്ട് ചോദിച്ചിട്ട് പറയാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, വാടാ. ശ്യാം, നീ അതൊന്ന് മെഷർ ചെയ്തേക്ക്. ആ മാഡം, TV നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അമ്മേ, എന്റെ ബെഡ്റൂമിലും TV വെക്കണം. നിക്ക് ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. എനിക്ക് കിച്ചണിൽ നിന്നാലും TV കാണണം, അത് പറ്റുമോ? സോറി മാഡം, കിച്ചണിൽ നിന്ന് TV കാണരുത്. കോൺസെൻട്രേഷൻ ഒന്നും തെറ്റിയാ ഫുഡ് ചീത്തയാവും, പിന്നെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. കുട്ടി അതൊന്നും അറിയണ്ട, ഇവള് പറയുമ്പോൾ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. അതാ ഞാനും വിചാരിച്ചേ, ഈ പെണ്ണിന്റെ ഇഷ്ടത്തിനാണോ നമ്മുടെ വീട്ടിൽ TV കാണുന്നത്? ഇതാ ഈ വക ടീമുകളെ ഒന്നും അടുപ്പിക്കാത്തത്. താമസിക്കുന്നത് ഞങ്ങളാ, ഞങ്ങളുടെ സൗകര്യം നോക്കേണ്ടത്. Sorry sir, this is not my taste and I do not want to continue this deal. Sure. Yes madam. Pack it up. ഹലോ, ഞാൻ വിവേക്, സാജന്റെ ഫ്രണ്ടാ. ഞാനിത് പ്രതീക്ഷിച്ചതാ. ഒരുത്തന്റെ കയ്യിൽ നമ്പർ പോയാല് പിന്നെ അതങ്ങ് പടർന്ന് പോവല്ലോ. എന്താ ഇയാൾക്ക് ഇപ്പൊ വേണ്ടത്? അവളുടെ അമ്മൂമ്മടാ. ഹലോ ഹലോ പാറു, എടാ ഞാനാ സാജൻ. നിനക്ക് എന്തിനു കേടാ? നീ എന്തിനാ എന്റെ നമ്പർ? എടി, നിന്നെ ഇവൻ ലൈൻ അടിക്കാൻ വേണ്ടി വിളിച്ചൊന്നല്ല, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനിപ്പോ നല്ല മൂഡിലല്ല, ഒരു വർക്ക് കഴിഞ്ഞു പോയി. എനിക്ക് ചെറിയൊരു ആപത്തുണ്ട്, നീ എന്നെ ഒന്ന് രക്ഷിക്കേ. വരില്ലേ? നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വിളിച്ചത്. ഇവൻ വിളിക്കാനുള്ള മൂഡിലും അല്ലായിരുന്നു. അവനെന്താ പ്രശ്നം? അവന് ഒന്ന് വരുമോ? ഞങ്ങൾ റോയൽ ഗാർഡൻസിലെ കോഫി ഷോപ്പിലുണ്ട്. ഒടുക്കത്തെ ജാടയാണല്ലോടാ. ഏയ്, അവളും എന്തോ കുഴപ്പത്തിലാ, അതാ വരും.